കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലാണ്. സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ വളരെയേറെ ആവേശത്തിലാണ്. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളും ചലച്ചിത്ര വിശേഷങ്ങളൊക്കെയായി നമ്മോടൊപ്പം ചേരുന്നു നമ്മുടെ പ്രിയ നായകൻ, ജനനായകൻ ശ്രീ സുരേഷ് ഗോപി. സ്വാഗതം സർ. നമസ്കാരം. വെള്ളിത്തിരയിൽ വൈവിധ്യതയാർന്ന കഥാപാത്രങ്ങളിലൂടെ, പിന്നീട് ടെലിവിഷനിൽ അവതരണ ഭംഗിയോടെ, ഇപ്പോഴിതാ രാഷ്ട്രീയ മണ്ഡലത്തിൽ ജനസേവകനായി, പൊതുപ്രവർത്തകനായി പല വിധത്തിലാണ് സാറിൻ്റെ ജനസമ്പർക്കം. ഇത്തരത്തിൽ ജനങ്ങളുമായി സംവദിക്കുമ്പോൾ സുരേഷ് ഗോപി എന്ന വ്യക്തി അനുഭവിക്കുന്ന ഒരു സന്തോഷം, പേഴ്സണൽ ഹാപ്പിനെസ് എത്രത്തോളം ഉണ്ട് സാർ? റിസൾട്ട് ഓഫ് എ ബിഹേവിയറൽ പാറ്റേൺ. ഒരു പെരുമാറ്റം ജന്മന കിട്ടിയത് ഞാൻ കൊണ്ട് നടക്കുന്നു. അതെ, ആ പെരുമാറ്റത്തിൻ്റെ മഹിമ തന്നെയാണ്. ആ പെരുമാറ്റം എന്താ, അങ്ങനെ മനസ്സിൽ പൊന്തി വരുന്ന പെരുമാറ്റം തന്നെയാണ്. പെട്ടെന്ന് വിഷമം വന്നാൽ വിഷമം വരും, ദേഷ്യം വന്നാൽ ദേഷ്യം വരും, അത് പ്രകടിപ്പിക്കും, ശുണ്ഠി വരും, എല്ലാം ശരിയാണ്. പക്ഷെ സ്നേഹം അടിസ്ഥാന പ്ലാറ്റ്ഫോമാണ്. സ്നേഹം കൊണ്ട് തന്നെയാണ് ഈ വികാരങ്ങളെല്ലാം വരുന്നത്. ആ സ്നേഹം എന്ന് പറയുന്നത് ഞാൻ കുട്ടിക്കാലത്ത് ജീവിച്ച പശ്ചാത്തലം, ജനിച്ചു വീണ ഒരു വെള്ളക്കെട്ട് ഭൂമി ശാസ്ത്രം, കുട്ടനാട്, മുതലങ്ങയൊക്കെ വെള്ളത്തിൽ വീണ് കിടക്കുന്നതിനകത്ത് ഏകദേശം അരയ്ക്ക് ഒപ്പം വെള്ളം എന്ന് പറയുന്ന ആ ഒരു ഘടനയിൽ നിന്ന് പുഞ്ചപ്പാടങ്ങളിൽ അവിടെ നിന്ന് തുടങ്ങി പിന്നെ നഴ്സറിയിലേക്കാവുമ്പോൾ കൊല്ലത്തേക്ക് വരുന്നു. ഇൻഫൻറ്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂൾ തങ്കശ്ശേരിയിലെ പഠനം, നഴ്സറി തുടങ്ങി ഏതാണ്ട് 11ാം ക്ലാസ് പകുതിയോളം പോയപ്പോഴാണ് പെട്ടെന്ന് കോളേജിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു പാച്ചിലിൻ്റെ സമയം, പെട്ടെന്നൊരു സ്വാതന്ത്ര്യം കിട്ടും. അപ്പോൾ 11th വേണ്ട, ISC വേണ്ട, ICSE കൊണ്ട് നേരെ കോളേജിൽ പോയി. ഫാറ്റിമ കോളേജിൽ, അതും ബിഷപ്പ് ജെറോമിൻ്റെ പാരിഷിൻ്റെ കോളേജാണ്. ഇപ്പോൾ എനിക്ക് ആ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടായിരുന്നു, റൈറ്റ് ഫ്രം നഴ്സറി ടു മൈ PG. അതിൽ SFIയിലേക്ക് വന്നപ്പോഴേക്കും ഒരു ഡിസിപ്ലിൻഡ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എങ്കിലും കുറച്ച് അവകാശം കൂടുതൽ, കുറച്ച് ആൾക്കാരെയൊക്കെ ഒന്ന് നോക്കാനും കുറച്ച് നമ്മുടെ ഡിമാൻഡ്സ് മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അമിതമായ ഒരു അനുഭവം ഉണ്ടാവുന്നു എന്നൊക്കെ പറയുന്നത് കുറച്ച്. പക്ഷെ ഒരിക്കലും ഒരു ഇൻഡിസിപ്ലിനിലേക്ക് കൊണ്ടുപോയിട്ടില്ല. ഞാൻ എല്ലാ സാറന്മാരുടെയും തെറ്റായിരുന്നു. ഇതൊക്കെ തന്നെയാണ് മോൾഡ് ചെയ്ത് ഇന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക്. അത് ആക്ടറായിരുന്നപ്പോഴും അതേ സ്വഭാവമായിട്ടാണ് പോകുന്നത്. പിണങ്ങും, പെട്ടെന്ന് ഭയങ്കര സങ്കടം വരും, ദേഷ്യപ്പെടും, കാറ് ഷൂട്ടിങ് കഴിഞ്ഞ സമയത്ത് കിട്ടിയില്ലെങ്കിൽ അപ്പോൾ ഒരു ഓട്ടോയിൽ കയറി പോകും. അത് എനിക്ക് പ്രശ്നമില്ല, പക്ഷെ എൻ്റെ യൂണിറ്റിന് അത് വലിയ പ്രശ്നമാണ്, അഭിമാന പ്രശ്നമാണ്. ഒരു ഹീറോ പ്രൊഡ്യൂസർ വണ്ടി കൊടുക്കാൻ കഴിഞ്ഞിട്ട് എനിക്ക് കയറി പോയെന്നൊക്കെ പറയും. ഞാൻ അതൊന്നും നോക്കാറില്ല. ഞാൻ റൂമിലെത്തും, എനിക്ക് ഉറക്കം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പം ഈ പ്രൊഫഷണൽ ചോദ്യം ചെയ്യപ്പെടുന്നത് ഉറക്കവുമാണ്, വളരെ കുറഞ്ഞു പോകുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഫ്രം an individual to a performer to an anchor to a politician, that is me and that is now. അതിലെല്ലാം ഉണ്ട്. ആങ്കറിൻ്റെ ഇതിനകത്ത് ഈ പറയുന്ന ഒരു താഴേക്കിട ആൾക്കാർ, എൻ്റെ കളിക്കൂട്ടുകാരെല്ലാം എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന വയലിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ്. എൻ്റെ വയലിൽ പണിയെടുക്കുന്നത് കറ്റ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് കുന്തം നിറയുക, ആ കറ്റ അടിച്ച് നീ കാറ്റി തൂറ്റുന്ന സമയത്ത് പോയി അതിനിടയ്ക്കൂടെ ഓടുക. അപ്പോഴെല്ലാം ഈ പണിയെടുക്കുന്ന ആൾക്കാരുടെ മക്കൾ ഞങ്ങളുടെ കൂടെ ഓടുക. രാത്രി വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ രാത്രി അവരുടെ വേർപ്പിൻ്റെ ഗന്ധം ഞങ്ങളുടെ ദേഹത്ത് കാണും. അപ്പോൾ അങ്ങനെ ഒരു ജീവിതമായിരുന്നു. തൃശ്ശൂരിന് വൈകി വന്ന വസന്തം പോലെ സുരേഷ് ഗോപി എന്ന ജനങ്ങൾ ഏറ്റവും ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന, ആരാധ്യനായിട്ടുള്ള കലാകാരൻ്റെ മനുഷ്യസ്നേഹിയുടെ ഒരു സാന്നിധ്യം ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിൽ സാറിൻ്റെ ഉറക്കം കുറയ്ക്കുന്നുണ്ടാകാം, മീനച്ചൂടിലും മേടച്ചൂടിലും ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ടാകാം. തൃശ്ശൂർ നൽകുന്ന തിരിച്ചുള്ളൊരു പ്രതികരണം എങ്ങനെയാണ്?
ട്രമൻഡസ് ആണ്. ഒരു സിനിമയുടെ റിലീസ് കഴിഞ്ഞ ഉടനെ പറയുന്നത് പോലെ റിലീസ് ഈ സിനിമയുടെ അത് ഇനി ആയിട്ടില്ല, അതിൻ്റെ റിസൾട്ടും വന്നിട്ടില്ല എങ്കിൽ പോലും the general vibration that I am able to gather is sounding very positive and brilliant. So that brilliance should enthuse me, and also provocate me into doing the best as their representative. I think I should be able to present the new modem which is called an MP of a constituency. That is my target also. Mental target is that. Political target will get transacted into political target when I align with all those technical interactions, fixing all the anomalies and doing the right things, only the right things, which will be beneficial to a huger lot for a long period of time. ഒരു ഭയങ്കര ദീർഘവീക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയാണ് ഈ കൊച്ചി മെട്രോ ഒരു എക്സ്റ്റൻഷൻ. അത് പക്ഷേ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞില്ല, 2 മാസം മുമ്പ് കൊച്ചി മെട്രോയുടെ ഫംഗ്ഷനിൽ പറഞ്ഞ കാര്യം. സാറിൻ്റെ കഥാപാത്രങ്ങൾ സിനിമയിലൂടെ പറഞ്ഞിട്ടുള്ള വാചകങ്ങളിലും കൃത്യമായിട്ടും ദേശസ്നേഹത്തിൻ്റെയും പ്രതിബദ്ധതയുടെയും രാജ്യസേവനത്തിൻ്റെയും ഒക്കെ പ്രതിധ്വനികൾ എത്രയോ ക്യാരക്ടേഴ്സിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പൊളിറ്റീഷ്യനായിട്ടും പോലീസ് ഓഫീസറായിട്ടും വക്കീലായിട്ടും പൊതുപ്രവർത്തകനായിട്ടുമൊക്കെ മലയാള സിനിമയിൽ ഇത്ര ഗംഭീരമായിട്ടുള്ള കരുത്തുറ്റ സംഭാഷണ ശകലങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞാലും ഓർത്തു വയ്ക്കുന്ന വിധത്തിൽ നൽകിയിട്ടുള്ള മുൻനിര നായകനായിട്ടുള്ള സുരേഷ് ഗോപി എന്ന സൂപ്പർ താരം ഒരുപക്ഷെ 92, 93, 94 കാലഘട്ടത്തിൽ സാർ ഇപ്പോൾ തലസ്ഥാനം, ഏകലവ്യൻ, മാഫിയ, കമ്മീഷണർ തുടങ്ങിയ സിനിമകളിലൂടെ ആരംഭിച്ച് പിന്നീട് ഭരത്ചന്ദ്രൻ IPSലൂടെ IG ഒക്കെ കടന്നു പോകുമ്പോൾ രഞ്ജി പണിക്കരുടെയും AK സാജൻ്റെയും B ഉണ്ണികൃഷ്ണൻ്റെയും SN സ്വാമിയുടെയും ഒക്കെ വായിൽ വെടിമരുന്നിട്ട് പൊട്ടിക്കുന്ന തരത്തിലുള്ള ഡയലോഗുകൾ, അത് ഒരു പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സാധ്യത പൊളിറ്റിക്കൽ ലൈഫിലേക്ക് വന്നപ്പോൾ റിയൽ ലൈഫിൽ ആ ക്യാരക്ടേഴ്സ് പറഞ്ഞതെല്ലാം പ്രാവർത്തികമാക്കാനുള്ള ഒരു ആവേശം സാറിന് കിട്ടുന്നുണ്ടോ? ഇനിയിപ്പോൾ ഞാൻ വല്ലതും സംസാരിക്കണം. ഒരു സിനിമ തന്നെ ഇവിടെ ഓടിച്ചതിൻ്റെ ഒരു എഫക്റ്റ് ആയി. എൻ്റെ ജീവിതം എന്ന് പറയുന്ന ഒരു സിനിമ ഓടിക്കണ്ട ഞാൻ സഞ്ചരിച്ചു ആ കഥാപാത്രങ്ങളിലൂടെയല്ല. ഞാൻ ഡോക്ടറായാലും എൻജിനീയറായാലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായാലും എന്ത് തന്നെയായാലും ഒരു പോലീസുകാരൻ ആ കഥാപാത്രത്തിലെല്ലാം ഉണ്ടാവും, വക്കീലായാലും അയാളുടെ പ്രതികരണങ്ങളുണ്ട്. അപ്പോൾ ഒരു സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്ന സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് ജനങ്ങൾക്കൊരു ബിൽഡപ്പ് വരുന്ന തരത്തിൽ എൻ്റെ ഇൻവോൾവ്മെൻറ്റ്, ആ ക്യാരക്ടറിനെ ഞാനങ്ങെടുത്ത് ഇത് ആ ക്യാരക്ടറല്ല, ഇത് സുരേഷ് ഗോപിയാണെന്ന് ധരിപ്പിക്കുന്നതാണ്. ഇറ്റ് വാസ് സിംപ്ലി ബിക്കോസ് ഐ കുഡ് ഇംബൈബ്. സമൂഹത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, കൈകാര്യം ചെയ്തതല്ല അതാണ് പത്രം. ഒരു പറ്റം സയൻറ്റിസ്റ്റിൻ്റെയും മാധ്യമ രംഗത്തുണ്ടായിരുന്ന അധമം. അപ്പം അത് സൊസൈറ്റിക്ക് നേരെ വരാൻ പോവുകയാണ്. ഇപ്പോൾ സൊസൈറ്റിക്ക് നേരെയാണ് അല്ലേ? ഒരു പെണ്ണിനെ പെട്രോൾ ഒഴിച്ച് കൊന്നു കഴിഞ്ഞാൽ ഉടനെ ആ പെങ്കൊച്ചൻ്റെ മൊറാലിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള മാധ്യമ പ്രവർത്തനം. ഒരു 13 വയസ്സുകാരി പെണ്ണിനെ തട്ടിക്കൊണ്ടു പോയാൽ അത് പ്രേമമായിരുന്നു, ഒളിച്ചോട്ടമായിരുന്നു എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രവർത്തനം. അത് കാക്കിയുടേതായാലും ഉദ്യോഗസ്ഥരുടേതായാലും മാധ്യമങ്ങളുടെ ആയാലും. അപ്പോഴും 13 വയസ്സ് അല്ലെങ്കിൽ 18 തികയാത്ത ഒരു പെണ്ണിനെ കടത്തിക്കൊണ്ടു പോയാൽ കടത്തിക്കൊണ്ട് പോകുന്നവന് കുഴപ്പമില്ല എന്ന് പറയുന്നവനും 10 വർഷം ജയിൽ ശിക്ഷ എന്ന് പറയുന്ന നിയമം നാട്ടിൽ നിലവിലുണ്ട്. അതെനിക്ക് ഓർമ്മിപ്പിക്കേണ്ടി വന്നു അന്ന് രാജസ്ഥാനി കുടുംബത്തിൻ്റെ പ്രശ്നം. ഇതൊക്കെ ഞാൻ പലപ്പോഴും ആലോചിക്കും, സിനിമയിൽ തന്നെ ഇതെല്ലാം ചോദ്യം ചെയ്ത് തുടരണമായിരുന്നു. സാരമില്ല, അതിനും വരും. ഇപ്പോൾ മാധ്യമങ്ങളുടെ പത്രം എന്ന സിനിമ സംവദിച്ചിരിക്കുന്നത് അതിലെന്താണ് പത്രം, എങ്ങനെയായിരിക്കണം പത്രം, ഏത് വിധത്തിലായിരിക്കണം പത്രപ്രവർത്തനം എന്ന അടിയെ വരയിട്ട് പറയുന്നു. കാലം ഇങ്ങോട്ട് മാറി വന്നപ്പോൾ ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിലെ സോഷ്യൽ മീഡിയ, ട്രോൾ, അതിനൊക്കെ നല്ല വശങ്ങളുണ്ട്, അതിൻ്റെ നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. ഒരു പക്ഷേ സാറ് തന്നെ ചെയ്തിട്ടുള്ള ഒട്ടേറെ നല്ല കാരുണ്യ പ്രവർത്തനങ്ങളെപ്പോലും ചില സമയത്ത് അനാവശ്യ വിമർശനങ്ങളിലൂടെ പരിഹസിച്ചും വില കുറച്ചുമൊക്കെ പറയുന്ന പ്രവണതയെ എങ്ങനെയാണ് സാർ നോക്കി കാണുന്നത്? പോകാൻ പറ പറ്റങ്ങളോ, അത്രയേ ഉള്ളൂ. അതാണ് എൻ്റെ റിയാക്ഷൻ. ദേ ആർ നോട്ട് വർത്ത് ഇറ്റ്.
അവരൊക്കെ സ്വയം ഇങ്ങനെ വിമർശിക്കുമ്പോഴും ഒന്ന് ആലോചിക്കണം, ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളത്. അവരോടുള്ള ഉത്തരവാദിത്തം, അവരോടുള്ള താക്കീതും അതാണ്. ഞാൻ പിരിച്ച് ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ, പിരിച്ചെടുത്ത് ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ഞാൻ എൻ്റെ ഡിസ്പെൻസേഷൻ ഉണ്ടായി, അത് ആക്ടറായിട്ടോ ഒരു ഉദ്ഘാടകനായിട്ടോ ഒരു ആങ്കറായിട്ടോ അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ച് കൂട്ടിയത്. ഇതൊന്നും ഇങ്ങനെ പറയാൻ എനിക്കിഷ്ടമേ അല്ല. എങ്കിലും ഈ കുരു പൊട്ടിയേ ജീവിക്കൂ എന്ന് നിശ്ചയിച്ച കുറച്ച് ആൾക്കാരുടെ കുരുവും കിണ്ടിയും ഒക്കെ പൊട്ടട്ടെ ഉള്ളതാണ്. നമ്മൾ മാധ്യമപ്രവർത്തകരെ കുറിച്ച് വരുമ്പോൾ ഈ ഭരണകർത്താക്കളിലും ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് അവരുടെ സമീപനങ്ങളുണ്ടായിട്ടുള്ള അപചയം, ജീർണത, അതിനെയും വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ ക്യാരക്ടേഴ്സിലൂടെ സാറ് പ്രതികരിച്ചു വെച്ചിട്ടുണ്ട്. അത് മാധ്യമരംഗത്തിന് നമുക്കങ്ങനെ മെലൈൻ ചെയ്യാനൊക്കത്തില്ല. മാധ്യമ രംഗം അല്ലെങ്കിൽ മാധ്യമധർമ്മം എന്ന് പറയുന്നത് ഇസ് എ ഡിവൈൻ ഡെസിഗ്നേഷൻ. ബട്ട് ദ പീപ്പിൾ ഹു കം ഇൻ ടു ഇറ്റ്, they fix it for the generations, forgetting that they also belong to that generation. മലന്ന് കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ് ഈ എഴുതുന്നയാളിൻ്റെ ചിന്ത. എല്ലാം ചുറ്റും ജീവിക്കുന്ന മനുഷ്യരുടെ പരിച്ഛേദമാണ് അയാൾ. അതെ, മലന്ന് കിടന്ന് തുപ്പുക. അന്യൻ്റെ ഭാര്യയെക്കുറിച്ച് എഴുതുമ്പോഴും സ്വന്തം ഭാര്യയ്ക്കും അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാകും. ഇതാർക്കും സംഭവിക്കാം. ഞാൻ അങ്ങനെ അഹിതം സംഭവിക്കുമ്പോഴെല്ലാം ആരെയും എനിക്ക് വിഷമിക്കാൻ തോന്നിയിട്ടില്ല. അത് അവരുടെ ജാതകദോഷം, അത് അവരുടെ സമയദോഷം എന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. കമ്മീഷണറിലൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗുകളൊക്കെ വർഷങ്ങൾക്ക് ഇപ്പോഴും ആളുകൾ ഓർത്തുകൾ വയ്ക്കുന്ന സൂപ്പർ ഹിറ്റാണ്. ഇതിനിടയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള മറ്റൊരു ചിത്രം ടൈഗറാണ്. ടൈഗർ എന്ന സിനിമയിൽ രാജൻ പി ദേവ്, രാജ്മോഹൻ ഉണ്ണിത്താൻ ക്യാരക്ടേഴ്സിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് സാർ പറയുന്ന ഒരു ഡയലോഗ്, 15 കിലോമീറ്റർ അപ്പുറത്ത് വൈപ്പിനൊരു ദ്വീപുണ്ട് സാർ, ഭ്രമിപ്പിക്കുന്ന കോടികൾ വേണ്ട, 250 കോടികളൊന്നും വേണ്ട, ലക്ഷം മതി അല്ലേ, ലക്ഷങ്ങൾ മതി. അവർക്ക് കുടിക്കാനും കഴുകാനും വെള്ളം കൊടുക്കണം. കാരണം അത് എൻ്റെ വരികളാണ്. അത് അതിനകത്തേക്ക് ഞാൻ എഴുതിച്ച് ചേർപ്പിക്കുന്ന. വൈപ്പിനിൽ CM ദേവസി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം കോൺഗ്രസിൽ നിന്നൊക്കെ തന്നെ മാറിപ്പോയി വേറൊരു ഗ്രൂപ്പിൽ ആയ ആളാണ്. അപ്പോൾ അദ്ദേഹം എന്നെ അവിടെ കൊണ്ടുപോയിട്ട് അവിടുത്തെ MLA-മാരെല്ലാം അവിടുത്തെ പെണ്ണുങ്ങൾ ചൂലെടുത്ത് ഓടിച്ചിട്ടുണ്ട്. ഞാൻ ചെന്ന് സമാധാനിപ്പിച്ച് അവർക്ക് ശുദ്ധജലം കൊണ്ടുവരുന്നതിനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തി. പക്ഷെ അന്ന് എൻ്റെ കയ്യിൽ പവറില്ല. എനിക്ക് പവർ സെൻറ്റേഴ്സുമായിട്ട് ഡയറക്റ്റ് കണക്ഷനില്ല. എൻ്റെ ലീഡർ അന്ന് പവർഫുള്ളും അല്ല. ലീഡർ പവർഫുള്ളാണെങ്കിൽ ഞാൻ അത് ചെയ്തു കൊടുത്തു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സിനിമയിൽ അത് അവതരിപ്പിക്കാം. ഞാൻ 2 സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് പത്രത്തിലും പറഞ്ഞിട്ടുണ്ട്. ദാഹനീരിന് വേണ്ടി തൊണ്ടപൊള്ളി നിലവിളിക്കുന്ന പൈതങ്ങളെയും തോളിലേന്തി മന്ത്രിപുങ്കവന്മാരുടെ സഞ്ചാരപഥങ്ങളിലും കളക്ടറേമാനെന്ന തുക്കടി സാഹിബിൻ്റെ ബംഗ്ലാവ് പഠിക്കലും ചെന്ന് ആ ദാഹനീരിന് വേണ്ടി തൊണ്ടപൊള്ളി നിലവിളിക്കുന്ന പൈതങ്ങളുടെ കണ്ണുകളാവണം വാർത്ത, അവരെയും തോളിലേന്തി നിൽക്കുന്ന അമ്മമാരുടെ കണ്ണുനീരാവണം വാർത്ത. വൈപ്പിൻ പത്രം. രാജൻ പി ദേവിൻ്റെ അടുത്തും രാജ്മോഹൻ ഉണ്ണിത്താൻ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ മുമ്പിൽ പോയി നിന്ന് പറയുന്നത് വൈപ്പിനാണ് റെഫറൻസ്. അപ്പോഴും ഓർക്കണം, വൈപ്പിൻ പോലെ കേരളത്തിൽ പല പ്രദേശങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ സഞ്ചരിക്കുമ്പം അതിശയിച്ചു പോയി. തൃശ്ശൂരുമുണ്ട്. അതിൽ ഒരു പറ്റം സ്ത്രീകൾ എന്നെ കൈ കാണിച്ച് നിർത്തിയിട്ട് പറഞ്ഞ്, കണ്ടാ ഞങ്ങളുടെ കഷ്ടപ്പാട് ടാങ്കറിലോ എന്നുള്ള എടുക്കുന്നത്. ഞാൻ അവരെ വിളിച്ചു പറഞ്ഞ ഒരു നേതാവിനെയും കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല. മഴ പെയ്യുന്ന വെള്ളം നമ്മളെന്തേ മണ്ണിനടിയിൽ സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ പഴയ പാരമ്പര്യത്തിൽ കടിച്ചു തൂങ്ങി അതിന് കെട്ടുറപ്പുണ്ടാക്കിയില്ല. എന്തേ ഇൻ്റർലോക്ക് ഇട്ട് നിങ്ങൾ അടച്ച് വെള്ളമെല്ലാം അങ്ങ് കടലിൻ്റെ ദാഹം തീർക്കാൻ കടലിലെത്തിച്ചു. മണ്ണിലടിയിലേക്ക് വിടൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ഫ്ലഷായിരിക്കും. നിങ്ങൾക്ക് കിണർ തോണ്ടിയോ ബോർവെല്ലിട്ടോ ആ വെള്ളം എടുക്കാം. നിങ്ങൾ വേനലിന് വരവേൽക്കാൻ തയ്യാറായിട്ടാണ് മഴയെ നിഷേധിച്ചത്. അതേ ഉള്ളൂ അതിന് ഉത്തരം. അപ്പോൾ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് വന്നാൽ ആ ഒരു വാട്ടർ ടേബിൾ റീബിൽഡിങ്, റിപ്ലനിഷിങ് സിസ്റ്റത്തിന് ഒരു മൊഡാലിറ്റിയിലേക്ക് തൃശ്ശൂരിലെ സമൂഹത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടി പ്രകൃതി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര വൈകാരികമായിട്ട് ഒരിഷ്ടമുള്ള പ്രവർത്തനമാണ്. അപ്പോൾ അതും ചെയ്യും. തൃശ്ശൂരുകാർ വിശ്വാസത്തിന് വേണ്ടിയും
ഭക്തിക്ക് വേണ്ടിയും നിലകൊള്ളുന്നവരായിരിക്കെ ആ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരുപാടധികം വിവിധ ചർച്ചകൾ നടന്നിരിക്കെ അങ്ങയുടെ ഒരു കാഴ്ച എന്താണ് ആ വിഷയത്തിൽ? അതിനെക്കുറിച്ച് ഒന്നും പറയാൻ എനിക്കിപ്പോൾ അവകാശമില്ല. ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവർ ചർച്ച ചെയ്യും. അതിനൊന്നും ഒരു കമ്മീഷനും തടയിടാനും നോക്കത്തില്ല. ഒന്ന് വീടുകളിൽ ചെന്ന് നോക്കട്ടെ, കുറ്റിച്ചൂലിനടിയുള്ളൂ. ഒന്ന് വീടുകളിൽ ചെന്ന് ചർച്ച ചെയ്യരുത് എന്നൊന്ന് പറഞ്ഞു നോക്കട്ടെ. അപ്പം ഞാൻ ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ കീഴിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആളുമായതുകൊണ്ട് മാത്രം ഞാൻ അനുസരിക്കുന്നു. അതങ്ങനെ അനുസരിക്കുക തന്നെ ചെയ്യും. സാറിൻ്റെ വികസന പദ്ധതികൾ ഒരുപാട് പ്രതീക്ഷയോടെ പൊതുജനം കാത്തിരിക്കുന്നു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാ വലിയ വിജയവും സാറിനുണ്ടാവട്ടെ. എല്ലാ പ്രവർത്തനങ്ങൾക്കും 1000 ആശംസകൾ. താങ്ക് യു. താങ്ക് യു.